പശ്ചിമേഷ്യയിൽ അണുവായുധമുള്ള ഏക രാജ്യം ഇസ്രായേലാണ്. ഇസ്രായേലുമായി ഏറ്റുമുട്ടാൻ അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിലെ ഒരു രാജ്യത്തിനും സാധ്യമല്ല. എന്നാൽ പാകിസ്ഥാന് അണുവായുധമുണ്ട്. പാകിസ്ഥാന്റെ അണുവായുധ നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം ചെയ്തത് സൗദി അറേബ്യ ആണ് എന്ന റിപ്പോർട്ടുകൾ അന്നേ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പാകിസ്ഥാൻ അണുവായുധത്തിന്റെ അവകാശികൾ സൗദി അറേബ്യ കൂടിയാണ്. അതായത് ഇസ്രായേൽ അണുവായുധമുള്ള രാജ്യമാണ്. ഇസ്രായേൽ ആക്രമണ സാധ്യത മുമ്പിലുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ തിരിച്ചാക്രമിക്കണമെങ്കിൽ പാകിസ്ഥാൻ അണുവായുധം സൗദി അറേബ്യക്ക് ആവശ്യമാണ്. അത് മാത്രമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. എന്ന് വെച്ചാൽ ഇസ്രായേലിനുള്ള മുന്നറിയിപ്പാണ്, ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ പാകിസ്ഥാനിൽ നിന്ന് അണുവായുധം ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, ഞങ്ങൾ തിരിച്ചടിക്കും, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഞങ്ങൾക്ക് തിരിച്ചടിക്കും എന്നത്. എന്ന് മാത്രമല്ല, ഇസ്രായേൽ ഇതിനു മുമ്പ് തന്നെ സ്കെച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന രാജ്യങ്ങളിൽ പാകിസ്ഥാൻ ഉണ്ട്. ഇസ്ലാമിക ഭീകരവാദികൾക്ക് അണുവായുധം കിട്ടാൻ സാധ്യത ഉള്ളയിടത്തെല്ലാം ഇടപെടൽ നടത്തും എന്ന വിശ്വാസമാണ് ഇസ്രായേലിന്റേത്. ഇറാന്റെ അണുവായുധങ്ങൾ ഇല്ലാതാക്കാൻ, അവർക്ക് അണുവായുധം ഉണ്ടാക്കാൻ അവസരം കൊടുക്കാതിരിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ്. പാകിസ്ഥാന്റെ കയ്യിലിരിക്കുന്ന അണുവായുധം ഭീകര ശക്തികളുടെ കയ്യിൽ പോകാനുള്ള സാധ്യതയുണ്ടെന്നും അത് നാളെ ഇസ്രായേലിന് പാരയായി മാറുമെന്നും നേരത്തെ തന്നെ ഇസ്രായേൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു സാഹചര്യം ഒത്തുവന്നാൽ പാകിസ്ഥാന്റെ അണുവായുധ ശേഖരം തകർക്കാനുള്ള പദ്ധതി ഇസ്രായേലിനുണ്ട്. അത്തരമൊരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് സൗദി അറേബ്യയുമായി പാകിസ്ഥാൻ ധാരണയിലെത്തിയത്. എന്ന് വെച്ചാൽ ഇത് ഇസ്രായേലിനെതിരെയുള്ള ഒരു നീക്കമാണ്, ഇന്ത്യക്കെതിരെയുള്ള നീക്കമല്ല. എന്ന് മാത്രമല്ല, ഇവിടെ പാകിസ്ഥാൻ വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും ചെയ്യും. അവിടെയാണ് കൗതുകമുണർത്തുന്ന ഒരു കാര്യം. സൗദി അറേബ്യക്കെതിരെ ആക്രമിക്കുന്ന ഏക രാജ്യം യമനാണ്. യമനിലെ ഹൂത്തികൾ നിരന്തരം സൗദിക്കെതിരെ മിസൈലുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു. സൗദി വിമാനത്താവളത്തിൽ പോലും യമന്റെ മിസൈലുകൾ വീണിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഹൂത്തികളുടെ മിസൈലുകൾ വീണിട്ടുണ്ട്. അതായത് സൗദിയോട് പരസ്യമായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ഏക രാജ്യം യമനും ഏക സംഘടന ഹൂത്തികളുമാണ്. ഹൂത്തികൾ സൗദിയെ ആക്രമിച്ചാൽ ഇനി ഹൂത്തികളെ യമനെ ആക്രമിക്കേണ്ട ബാധ്യത പാകിസ്ഥാനുണ്ട്. യഥാർത്ഥത്തിൽ ഈ കരാർ വഴി പാകിസ്ഥാൻ വെട്ടിലാവുകയാണ്. മാത്രമല്ല, ഇസ്ലാമിക രാജ്യങ്ങളുടെ ഐക്യത്തിന് ഭിന്നതയുണ്ടാവുന്നു. ഖത്തറിൽ ഹമാസിന് നേരെയുണ്ടായ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഭിന്നതകൾ മറന്നുകൊണ്ട് ഇറാനും ഖത്തറും സൗദിയും UAE എല്ലാം ഒരുമിച്ച് നിന്നിരുന്നു. ആ സാഹചര്യത്തിൽ മാറ്റമുണ്ടാവും. കാരണം ഇറാന്റെ നിഴൽ യുദ്ധത്തിന്റെ ഭാഗമാണ് ഹിസ്ബുള്ളയും ഹൂത്തികളും ഹമാസും. ഇവിടെ ഹൂത്തികൾ ഇനി സൗദി അറേബ്യയെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഹൂത്തികളെ തിരിച്ചാക്രമിക്കേണ്ട ബാധ്യത പാകിസ്ഥാന്റേതായി മാറും.